സംഭവം അധ്യായം 1. സംഭവം എന്ന ഷോർട്ട് ഫിലിം അതിന്റെ ബേസ് ചെയ്തുള്ള ഒരു വലിയ ഫീച്ചർ ഫിലിം സിനിമയാണത്. ആ ഒരു ഇന്റർവെൽ പോയിന്റ് എനിക്ക് പേഴ്സണലി തന്ന ആ ഗൂസ് ബംബ് എനിക്ക് എങ്ങനെ പറഞ്ഞു തരുന്ന അറിയില്ല. ആ ഒരു ഞെട്ടലും ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു ത്രില്ലും അത് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി പോയതാണ്. ഈ ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഈ സിനിമ കാണാതിരിക്കരുത്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം വെറും പാതിയേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ്ലി അവര് പുതിയതായിട്ട് എഴുതി എക്സിക്യൂട്ട് ചെയ്ത സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പടം ദിസ് എക്സ്പെരിമെന്റ് ഇസ് ടു ബി വാച്ച്ഡ് ഇൻ തിയേറ്റേഴ്സ് തന്നെ കാണേണ്ട ഒരു ത്രില്ലർ സിനിമ തന്നെയാണത്. ഈ പടം ഇന്റർവെൽ മുതലേ ട്വിസ്റ്റാ, ഫുൾ ട്വിസ്റ്റ് പടം തീരുന്നവരെ ട്വിസ്റ്റാ. അതുകൊണ്ട് തന്നെ ആ ട്വിസ്റ്റുകൾ പോലും അവർ ഭയങ്കര ക്ലെവർ ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ട്വിസ്റ്റുകൾ അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഈ പടം കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ പടത്തിന്റെ അടുത്ത് നമ്മൾ സംസാരിക്കും, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ, അത് എന്തുകൊണ്ട് അങ്ങനെ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിൽ വരും. അങ്ങനെ നമ്മൾ കുറെ സംഭവങ്ങൾ അറിയും. അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ആയിരുന്നില്ലേ, അപ്പൊ നമ്മൾ കൂടുതൽ അത്ഭുതപ്പെടും. അതൊരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് തന്നെ പറയാം. റൈറ്റിംഗിൽ ഏതായാലും അടിപൊളി വർക്കാ ചെയ്തിരിക്കണത്. ആകെ ഡയറക്ഷനിൽ മാത്രം കുറച്ചും കൂടെ ഡെബ്യൂ ഡയറക്ഷന്റെ ആ ഒരു കുറച്ച് പോരായ്മ അവിടെ ഫീൽ ചെയ്യും. എന്നാൽ പോലും ശരിക്കും സെക്കൻഡ് ഹാഫ് നമ്മൾ ഞെട്ടിച്ചു കളയും. ബിക്കോസ് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ സിനിമയുടെ ഒരു പോക്ക് അവിടെ ഇവിടെ ഒക്കെ പോകുന്നുണ്ട്. ഇതൊരു ഡെബ്യൂ ടൈം ലൂപ്പ് സിനിമയായിരിക്കും. മലയാള സിനിമയുടെ പരിമിതി വെച്ച് കുറെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ശരിക്കും ഞെട്ടിച്ച് കളയുന്ന ഒരു സിനിമ തന്നെയാണിത്. എസ്പെഷ്യലി ടൈം ലൂപ്പ് കൺസെപ്റ്റ് ഇതുവരെ കാണാത്തവർക്ക് ഇതൊരു ഗംഭീര അനുഭവമായിരിക്കും. അത് ഒന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇന്റർവെൽ പോർഷൻ ശരിക്കും ഞെട്ടിച്ച് കളയും. ഇന്റർവെൽ പോലും ഇനി വേണ്ടാത്തൊരു ചിന്ത പോലും വന്നു പോകും. പക്ഷെ സെക്കൻഡ് ഹാഫും അതേപോലെ നല്ല എൻഗേജിങ് ആയിട്ട് ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒരു എഡ്ജ് ഓഫ് സീറ്റ് അനുഭവം തന്നെ തരുന്നത്.